ആന്റി ആന്റി ഇങ്ങനെ പേടിച്ചാലോ? ഇനി എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി ആർജിക്കാനാ നോക്കേണ്ടത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് അയാൾ വീട്ടിലേക്ക് വരാൻ തന്നെയാ സാധ്യത. ആ ഒരു സിറ്റുവേഷൻ കൂടി ആന്റി മിക്കവാറും നേരിടേണ്ടി വരും. അതിൽ ആന്റി ജയിച്ചാൽ പിന്നീട് ഒരിക്കലും ആ മനുഷ്യൻ ആന്റിയുടെ കുടുംബത്തിന് നേരെ വരില്ല. അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമില്ലെന്ന് വേണമെങ്കിൽ പറഞ്ഞാലോ? പക്ഷേ ആ മുഖം ഇന്ദ്രന് ചിലപ്പോൾ ഓർമ്മ കാണും. സത്യനും സോനയും മനസ്സിലാക്കാൻ സാധ്യതയില്ല. ഇന്ദ്രനാണല്ലോ ആന്റി ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരാൾ തിരിച്ചു വന്നു എന്നറിഞ്ഞ ഇന്ദ്രനും അനുപമയും അയാളെ 2 കൈ നീട്ടി സ്വീകരിക്കും. എന്നിട്ട് ആന്റിക്കെതിരെ അയാളെ ഒരായുധമാക്കും. അതെ, അയാളിലൂടെ അവന്റെ പെറ്റമ്മയെ കണ്ടെത്താൻ വേണ്ടി ഇന്ദ്രൻ സത്യന്റെ സോനയുടെ സഹായത്തോടെ അവന്റെ അച്ഛന് ഈ വീട്ടിൽ അഭയം കൊടുക്കും. അതിനു മുമ്പ് ഞാൻ ഈ വീട്ടിൽ കെട്ടിത്തൂങ്ങി ചാവുന്ന ആകർഷേ നല്ലത്. ആന്റി ആന്റി ഇങ്ങനെ ടെൻഷൻ ആവാതെ ഞാൻ പറഞ്ഞ വഴിയൊന്ന് ആലോചിച്ച് നോക്ക്. 2-3 ദിവസം ആ വീട്ടിൽ നിന്ന് കുടുംബസമേതം മാറി നിൽക്കുന്ന കാര്യം. അയാൾ വരുമ്പോ ആ വീട്ടിൽ ആരും ഉണ്ടാവരുത്. അതിനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് കർഷേ. കുടുംബസമേത ഒരു ടൂറിന് പോകുന്ന കാര്യം ഞാൻ ഇന്ദ്രനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു. പക്ഷെ അതിന്റെ ഡേറ്റ് ഇന്നേ തീരുമാനിക്കൂ. പറ്റുമെങ്കിലേ നാളെ തന്നെ പോകാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് വാച്ച് ചെയ്യാൻ ഞാൻ ആരെങ്കിലും നിർത്താം. അയാളങ്ങനെ വീട് അന്വേഷിച്ച് വരികയാണെങ്കിൽ വിരട്ടി ഓടിക്കാനും പറയാം. ശരി കർഷേ. ഇന്ദ്രനും അനുപമയും ഇപ്പൊ പുറത്താ. അവര് വന്ന ഉടനെ ഞാനൊരു തീരുമാനം എടുപ്പിക്കും. അവരൊരുമിച്ച് എങ്ങോട്ടാ ആന്റി പോയത്? ആർക്കറിയാം. അയാൾ എങ്ങനെ വന്നെങ്കിലൊന്ന് പേടിച്ച് ഞാൻ ചോദ്യം ചെയ്യാനൊന്നും നിന്നില്ല. ആ സമയത്ത് അവരിവിടെ ഇല്ലാതിരിക്കുന്നതാ അത്രയും നല്ലത്. അവരെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നതിനോടൊപ്പം ആന്റി അവരെ കാര്യമായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ വേണം. ചിലപ്പോ ആ ഫോൺ വിളിക്ക് പിന്നില് അവരാണെങ്കിലോ? അവരോ? അതെങ്ങനെ? ആന്റി, ഇത്രയും കാലം എവിടെയാണെന്ന് പോലും അറിയാത്ത ആ മനുഷ്യൻ ഇപ്പൊ ഇന്ദ്രൻ അവന്റെ അച്ഛനെയും പെറ്റമ്മയെയും അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ അങ്ങനെ വിളിക്കണമെങ്കിൽ അത് ഇന്ദ്രന്റെ അനുപമയുടെയും ഡ്രാമയായിക്കൂടെ? അതിന് സാധ്യതയില്ല പക്ഷേ. എന്നെ വിളിച്ചത് ആ മനുഷ്യൻ തന്നെയാ. ആ ശബ്ദം കേട്ട എനിക്ക് മനസ്സിലാവും. ഇനിയിപ്പോ ഇന്ദ്രനും അനുപമയും കൂടി അയാളെ നിർത്തി കളിക്കുന്നതാണെങ്കിലേ ഉള്ളൂ. അതെല്ലാം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആന്റി. അതാ ഞാൻ പറഞ്ഞത് അവരെ സൂക്ഷിക്കണമെന്ന്. ഇന്ന് അവരൊരുമിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് പോലും ആന്റി അന്വേഷിച്ച് ഉറപ്പ് വരുത്തണം. എന്നിട്ട് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ആന്റി എന്നെ വിളിച്ച് പറയണം. ശരി ശരി, ഞാൻ വിളിക്കാവേ. പുറത്താരോ വന്നോന്ന് തോന്നുന്നു. സോന കുളിക്കുക. ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരി ആന്റി, എന്നാ ആന്റി പോയിക്കോ. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? അത് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാൻ പോയതാ. എന്നോട് പറയാൻ പറ്റാത്ത എന്താവശ്യമാണ് നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് രാവിലെ തന്നെ അങ്ങ് ഇറങ്ങി പോയാൽ മതിയല്ലോ. അമ്മ എന്തിനാ ഇത്രയും കിടന്ന് ദേഷ്യപ്പെടുന്നേ? ഞങ്ങള് പോയതുകൊണ്ട് അമ്മയ്ക്ക് വേറെ കുറവൊന്നും വന്നില്ലല്ലോ. അപ്പൊ കുറച്ച് സമയം ഇവളുടെ കൂടെ ഇരുന്നപ്പോ നിന്റെ സംസാര രീതി തന്നെ മാറിയല്ലോടാ. അതെ, അമ്മ ചോദിച്ചുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിനെന്തിനാ ഒന്നും വേണ്ടാത്ത അനുവിനെ അമ്മ കുറ്റം പറയുന്നേ? ഭാര്യ പറഞ്ഞപ്പോഴെന്താ നിനക്ക് പൊള്ളിയോ? അത് കൊള്ളാലോ. അമ്മ എന്തിനാ വെറുതെ എന്നോട് വഴക്കിടാൻ നോക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ഒറ്റ ഒരുത്തി കാരണാ എന്റെ കുടുംബം ഇങ്ങനെ ആയത്. ഞാൻ വരച്ച വരയിൽ നിന്ന് മാറാത്തവനായിരുന്നു ഇവൻ. ഞാൻ പ്രസവിച്ച മക്കളെക്കാൾ അനുസരണയായിരുന്നു. അവനെ എനിക്കെതിരെ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് നീ ഒറ്റ ഒരുത്തിയാ. ഇതൊക്കെ അമ്മയുടെ തോന്നല. ആരുടെ വാക്ക് കേട്ട് തുള്ളുന്നവനല്ല ഞാൻ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാ ഞാൻ പറയുന്നതും ചെയ്യുന്നതും. നീ ആ കഥയൊന്നും പറയണ്ട. ഇന്ദ്ര, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിൽ എന്ത് ചെയ്യുമ്പോഴും അത് എന്റെയും കൂടി അറിവോടെ ആയിരിക്കണം.
എന്നിട്ട് എന്ത് ധൈര്യത്തിലാ നീ ഇവളെ നിന്റെ കൊച്ചിനെയും കൂട്ടി കറങ്ങാൻ പോയത്? ഒരാവശ്യം വന്നാൽ സാധനങ്ങൾ വാങ്ങാതിരിക്കാൻ പറ്റുമോ? അതെ, ഇത് ജയിലൊന്നും അല്ലല്ലോ. അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കാനുള്ള കടമ എനിക്കുണ്ട്. അത് ശരിയാ.